അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. ഇശാ നമസ്കരിക്കുന്ന ഒരു വ്യക്തിയുടെ പിന്നിൽ മഗ്രിബ് നമസ്കരിക്കേണ്ടി വന്നാൽ എന്താണ് ചെയ്യുക? ഈ വിഷയത്തിൽ 3 അഭിപ്രായങ്ങളാണ് പണ്ഡിത ലോകത്തുള്ളത്. ഒന്ന്, ഇശാ നമസ്കരിക്കുന്ന വ്യക്തിയുടെ ഒരു റക്അത്തിന് ശേഷം മഗ്രിബിനെ നമസ്കരിക്കുന്ന വ്യക്തി കൂടുക, അപ്പോൾ ഇമാമിൻ്റെ കൂടെ തന്നെ സലാം വീട്ടാൻ സാധ്യമാകും. 3 റക്അത്ത് തീർന്നു കിട്ടും. രണ്ടാമത്തേത്, ഇമാമിൻ്റെ കൂടെ നമസ്കാരം ആരംഭിക്കുക. 3ാമത്തെ റക്അത്ത് ഇമാം 4ലേക്ക് എഴുന്നേൽക്കുമ്പോൾ അവിടെ തന്നെ ഇരിക്കുക. ഇമാം 4ാം റക്അത്തിലേക്ക് എത്തി അത്തഹിയാത്തിൽ ഇരിക്കുമ്പോൾ ഇമാമിൻ്റെ കൂടെ സലാം വീട്ടുക. 3ാമത്തെ രീതി, ഇമാം 4ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ ഈ വ്യക്തി 3ൽ തന്നെ ഇരുന്ന് അത്തഹിയാത്ത് നിർവഹിച്ച് സലാം വീട്ടുക. എഴുന്നേറ്റ് വീണ്ടും അതേ ഇമാമിൻ്റെ പിന്നിൽ ഇശാവിൻ്റെ നിയ്യത്തിൽ നമസ്കരിക്കുക. ഇശാ നമസ്കാരം ഇമാമിന് ശേഷം പൂർത്തിയാക്കുക. ഈ 3 രൂപം അനുവദനീയമാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും നല്ലത് അവസാനത്തേതാണ്. അതിൽ 2 ജമാഅത്ത് ലഭിക്കുമെന്ന ശ്രേഷ്ഠത കൂടി മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.